ചേലക്കരയുടെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 3 മുന്നണികളും പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിയും വിജയപ്രതീക്ഷയിലാണ്. എൽ.ഡി.എഫും യു.ഡി.എഫും വിജയം ഉറപ്പാണെന്ന് ആവർത്തിക്കുമ്പോൾ വൻതോതിലുള്ള വോട്ട് വർധന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ.ഡി.എ. മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ.കെ. സുധീറിന് ലഭിച്ച വോട്ടുകളും തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറുമെന്നാണ് മുന്നണികൾ വിലയിരുത്തുന്നത്. രൂപീകൃതമായ മണ്ഡലം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം. 3 മുന്നണികളുടെയും ദേശീയ സംസ്ഥാന നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച് നടത്തിയ മുന്നൊരുക്കങ്ങൾ. ഒടുവിൽ ആവേശത്തോടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി നടത്തിയ വിധിയെഴുത്ത്. അതെ, ചേലക്കര കാത്തിരിക്കുകയാണ് നാളെ നേരം പുലരാനും മണ്ഡലത്തിന്റെ മനസ്സറിയാനും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ന്യൂനതകൾ പരിഹരിക്കാനായി എന്നതാണ് യു.ഡി.എഫ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാനായ തിരുവല്ലാമല, കൊണ്ടാഴി, പഴയന്നൂർ പഞ്ചായത്തുകളിലായി മികച്ച ലീഡും പ്രതീക്ഷിക്കുന്നു. ജനവിധിയും കണക്കുകൂട്ടലും അനുകൂലമായാൽ 3000 മുതൽ 5000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് മുന്നണി നേതാക്കൾ പറയുന്നു. 28 വർഷം കോട്ടകെട്ടിക്കാത്ത ചേലക്കരയിൽ ഇത്തവണയും ഒരു വിള്ളൽ പോലും ഉണ്ടാകില്ലെന്ന് എൽ.ഡി.എഫും വിലയിരുത്തുന്നു. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന ലീഡ് 7000-ന് മുകളിൽ. പരമാവധി 18000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കാമെന്നും എൽ.ഡി.എഫും CPM-ഉം ഒരുപോലെ വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ വ്യക്തിപ്രഭാവവും ചിട്ടയായ സംഘടനാ പ്രവർത്തനവും അനുകൂലമാകുമെന്നാണ് എൻ.ഡി.എ കേന്ദ്രങ്ങൾ അനുമാനിക്കുന്നത്. വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും പരമാവധി 32,000-ലേറെ വോട്ടുകൾ മണ്ഡലത്തിൽ നിന്ന് നേടാനാകുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു. DMK പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ.കെ. സുധീർ 5000-നടുത്ത് വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ അടക്കം പറച്ചിൽ. അതുകൊണ്ട് തന്നെ മണ്ഡല ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ചങ്കിടിപ്പോടുകൂടി തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.